അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ കുട്ടിയും പാത്രമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ സംഭവം എന്ന്. മറ്റൊന്നല്ല, ഈ ഒരു സാധനങ്ങളൊക്കെ എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഞാൻ 4 വർഷം മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ടൈനി ഫുഡ് ബൈ ഷിബി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത്രയും എനിക്കിഷ്ടമായിരുന്നു മിനിയേച്ചർ കുക്കിംഗ് ചെയ്യാൻ. അങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളായിരുന്നു ഇത്. ഒരു 10-15 വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിലൊരു 4-5 അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും കാണാതായപ്പം ഭയങ്കര വിഷമമായിട്ടോ. അങ്ങനെ ഞാനിതെല്ലാം പെട്ടിയിലാക്കി വീണ്ടും എടുത്തു വെച്ചു. അങ്ങനെ പിന്നെ നോർമൽ ഓരോ വീഡിയോസൊക്കെ ക്രാഫ്റ്റായി, പിന്നെ വ്ളോഗായി, അങ്ങനെ പല വീഡിയോസും ഇട്ട് നോക്കി. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ഇത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനം ഇങ്ങനെ പെട്ടിയിലാക്കി കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ എനിക്ക് ആ മിനിയേച്ചർ കുക്കിംഗ് ഇഷ്ടമായിട്ടാണ് ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട ഓരോ സ്ഥലത്തുനിന്ന് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊടിയൊക്കെ തട്ടി നമ്മുടെ പെട്ടിയൊക്കെ എടുത്തു, അതിലുള്ള എല്ലാ സാധനവും പൊടിയൊക്കെ തട്ടി കഴുകി നല്ല വൃത്തിയാക്കി എൻ്റെ മിനിയേച്ചർ കുക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം. അന്ന് ഈ ഷോർട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് ഷോർട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓരോ ഷോർട്സ് ഇതൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ വീണ്ടും മിനിയേച്ചർ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഈ ഒരു പാത്രങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്ത് ക്യൂട്ടാണെന്ന്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന വലിയ പാത്രത്തിൻ്റെയൊക്കെ ഓരോ പാത്രങ്ങളുണ്ടല്ലോ, വലുത് ചെറുത്, അതുപോലെയുള്ള മിനിയേച്ചർ പാത്രങ്ങളാണിത്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്കിയാൽ അത്രയേ ഉള്ളൂ, ചെറിയ സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അതേ സ്റ്റീൽ തന്നെയാണ്, അല്ലാതെ പെട്ടെന്ന് ചതങ്ങുന്നതോ അങ്ങനത്തേതൊന്നല്ല. നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ കാണുമ്പോൾ ആരായിരുന്നു നോക്കിപ്പോയി. ഞാൻ ഒരുപാട് മിനിയേച്ചർ വീഡിയോസ് കാണുന്ന ആളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാനിതൊക്കെ തപ്പിപ്പിടിച്ച് ഓരോ സ്ഥലത്തു നിന്ന് ഞാൻ ഒന്നായിട്ട് ഓർഡർ ചെയ്താണ്ട് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്തത്. പിന്നെ ഇതുപോലത്തെ 3 ബൗളുണ്ട്. അതുപോലെ ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു കുക്കർ പോലെ ആണെങ്കിലും ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടാണ് കേട്ടോ. ഇതിൽ 3 ഇഡ്ഡലി തട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിയൊക്കെ ചുടാൻ പറ്റിയ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതിൽ 3 എണ്ണം ഉണ്ട്, 3 തട്ടുകളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇതിൽ നമുക്ക് മിനിയേച്ചർ റിയൽ കുക്കിങ്ങും ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയുള്ള ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു തട്ടൊക്കെ വന്നിട്ടത്. നമുക്ക് എല്ലാ പാത്രങ്ങളിലും കറക്റ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. കാരണം ലോക്കൽ സ്റ്റീലൊന്നും അല്ലാത്തതുകൊണ്ട് ഒറിജിനൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് റിയലായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ ഈ ഒരു തട്ടിൽ വെച്ചിട്ട് ഇതുവരെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന ആഗ്രഹമുണ്ട്. പിന്നെ ഇതുപോലത്തെ 2 ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇതുപോലത്തെ 2 ടിന്ന്, നമുക്ക് ഓയിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പിൽ ഓയിൽ ഫ്ലോറൊക്കെ അങ്ങനെയൊക്കെ പറ്റിയ 2 ഇതുണ്ട്. ഇത് പിന്നെ നമ്മുടെ അരിപ്പ, നല്ല രസമല്ലേ ഇത് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അരിപ്പ ഉണ്ട്. ശരിക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണപ്പരയിലൊക്കെ ഉണ്ടാകുന്നത്, എനിക്കതാണ് കേട്ടോ തോന്നിയത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. ഇങ്ങനെയുള്ള ഒരു ഇതാണ് ഉള്ളത്. അടുത്തത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന അതിലും ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മൾ ഓഫീസിലേക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്ന ഈ ഒരു ലഞ്ച് ബോക്സ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുഴുവൻ ക്യൂട്ട് എന്നായിരിക്കും പറയുക, കാരണം എല്ലാം നല്ല ക്യൂട്ടാണ് കാണാൻ. അങ്ങനെ നമുക്ക് 4 തട്ടോട് കൂടിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സാണ് കേട്ടോ. ശരിക്കും റിയൽ വലുപ്പത്തിൻ്റെ മിനിയേച്ചറാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ശരിക്കും അതൊരു കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ലഞ്ച് കൊണ്ടുപോകാനും പറ്റിയൊക്കെ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഈ ഒരു ചോപ്പർ ഇട്ടോ, നമുക്ക് ഇതും നമ്മളെ ഒറിജിനൽ സാധനത്തിൻ്റെ അതേ മിനിയേച്ചർ വേർഷന് ഇതിൻ്റെ 4 സൈഡും യൂസ് ചെയ്യാൻ പറ്റിയ കോലത്തിലാണ് നമുക്കിത് ഉള്ളത്. ഞാനിത് വെച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട്. പിന്നെ അടുത്ത സാധനം പറഞ്ഞാൽ അത്രയും ചെറിയ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്രയും ഏകദേശം എൻ്റെ ഒരു കൈയിൻ്റെ വലിപ്പത്തിലുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈസസ് ബോക്സാണ്. 4 ഇതോട് കൂടിയിട്ടുള്ള സ്പൈസസ് ബോക്സാണ്. മരത്തിൻ്റെ ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. കാരണം ഞാനിതൊക്കെ 4 വർഷം മുന്നേ എടുത്ത് വെക്കുകയാണെങ്കിൽ പോലും ഒന്നിനും ഒരു ഡാമേജ് പോലും പറ്റിയിട്ടില്ല. പിന്നെ ഇത് നമ്മൾ പത്തിരി പറ്റുന്ന ആ ഒരു പലകയും അതിൻ്റെ ആ ഒരു കോലുമാണ്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല അടിപൊളിയല്ലേ? അപ്പോൾ ഇതൊക്കെ ശരിക്കും നല്ല ഒറിജിനൽ ക്വാളിറ്റിയോട് കൂടിയാണ് കേട്ടോ ഉള്ളത്. അടുത്തത് അതിനും ക്യൂട്ടായിട്ടുള്ള സാധനമാണ് നമ്മുടെ കട്ടിംഗ് ബോർഡ്. മരത്തിൻ്റെ കട്ടിംഗ് ബോർഡാണ്.
അതിൻ്റെ കൂടെ ഒരു നൈഫും തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നോട്ട് റിയൽ വർക്കിംഗ് കേട്ടോ. അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു മിനിയേച്ചർ ജഗ്ഗാണ് കേട്ടോ. നമ്മൾ നോർമൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മിനിയേച്ചർ വേർഷനാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മിനിയേച്ചർ ജഗ്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് വെള്ളമൊക്കെ കൊള്ളാൻ പറ്റിയൊരു ജഗ്ഗാണ്. ഇനി ഇതുപോലത്തെ 4 ജാറുണ്ട് കേട്ടോ. നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാവും ഇതിൻ്റെ വലിയ ഭരണികൾ. എന്താ പറയുക, ഉപ്പോ അങ്ങനെ എന്തെങ്കിലും സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഭരണികൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതിൻ്റെ 4 മിനിയേച്ചറാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ നുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാണ്. ഇത് കുറച്ചൊക്കെ ഒരു കളർ ഇങ്ങനെ ഒരു ക്ലാവ് അങ്ങനെ എന്തോ അല്ലേ പറയുക, അത് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് പോക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരുപാട് കയ്യിലുകളുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെ മിനിയേച്ചർ വേർഷൻ കേട്ടോ. ഇത്രയും നോക്കൂ, എല്ലാത്തിൻ്റെയും മിനിയേച്ചർ ആയിട്ടുള്ള ഇങ്ങനത്തെ 4 ഉണ്ട്. പിന്നെ ചെറിയ സ്പൂണുകളായിട്ട് ഇതുപോലെ 4 ഉണ്ട്. ഇനി എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഇഷ്ടപ്പെട്ടതായിരുന്നു നമ്മളെ പത്തിരിയൊക്കെ ചുടുന്ന ആ ഒരു ഇത് കേട്ടോ. എന്താ പറയുക അതിൻ്റെ പേര്. പിന്നെ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, സത്യം പറഞ്ഞാൽ രണ്ടും ഒന്ന് ഇങ്ങനെ കളർ ഇതായിരുന്നു കേട്ടോ. എടുത്തു വെച്ചതിൻ്റെ ഇതാണ്. പക്ഷെ നല്ല കട്ടിങ് കനമൊക്കെ ഉള്ള 2 പാത്രങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ മെഷറിംഗ് കപ്പാണ്. പക്ഷെ അവർ നമുക്ക് ഇങ്ങനെ ഒരു മിനിയേച്ചർ ചെയ്യാൻ പറ്റിയ കോലത്തിലാണ് തന്നത്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറയാനാണെങ്കിൽ കഴിയൂല. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ ചെമ്പ്. ഇനി അടുത്തത് ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണ് ഹോക്കിൻസിൻ്റെ ഈ ഒരു മിനിയേച്ചർ കുക്കർ കേട്ടോ. സത്യം ഇത് കറക്റ്റ് നമ്മളുടെ കുക്കർ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ശരിക്കും മിനിയേച്ചർ വേർഷനാണ്. കണ്ടില്ലേ എന്തൊക്കെയോ ഒരു കുക്കറിന് എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ ഒരു മിനിയേച്ചർ കുക്കറിനും ഉണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു പിടി തുറക്കുമ്പോൾ ഉള്ളതും എന്താ പറയുക, അത് എങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ റിയലായിട്ട് വിസിലൊന്നും വരില്ല. പക്ഷേ ഇതിൻ്റെ മിനിയേച്ചർ വേർഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുക്കറാണ് കേട്ടോ. ഇനി ഒരുപാട് പാത്രങ്ങളുണ്ട്. ഓരോന്നും പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഓരോ വീഡിയോസിലും ഓരോ പാത്രങ്ങൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണാം. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ മൺപാത്രങ്ങളാണ് കേട്ടോ. മൺപാത്രങ്ങളും എല്ലാത്തിൻ്റെയും മിനിയേച്ചർ വേർഷനാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ കാണാൻ. അതുപോലെ ഇത് ഞാൻ പുറത്തുനിന്ന് നമ്മളെ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചൊരു വിളക്കിൻ്റെതാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗിയായപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അടുത്തത് പറഞ്ഞത് ഈ റിയലായിട്ടുള്ളൊരു ടേബിളും ചെയറുമാണ് മിനിയേച്ചർ വേർഷന്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. നല്ല രസമുണ്ട് കാണാനും, ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി കാണിച്ചു തരാൻ പോകുന്നത് ലോകത്തിലെ ചെറിയ പാത്രങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് വേണമെങ്കിൽ ഒക്കെ എന്തും പറയാമല്ലോ. അപ്പോൾ ഇതെല്ലാം ചെറുതാണ്. അത്രയും എക്സ്ട്രാ സ്മോളായിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇതിൽ ബൗള്, ഗ്ലാസ്, നമ്മുടെ വൈൻ ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്, അങ്ങനെ പല ടൈപ്പിലുള്ളത് എല്ലാം 1 ഇഞ്ച് പോലും വലുപ്പമില്ലാത്തതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 പ്ലേറ്റ് ഉണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ വലുപ്പം ഏകദേശം എൻ്റെ ഒരു വിരലൊന്നുമില്ല, ഒരു ഇത്തിരി ഉള്ളൂ. അത്ര വലുപ്പത്തിലാണ്. ഇതൊരു ചെറിയ പ്ലേറ്റാണ്, ബൗളാണ്. നമ്മൾ ഒരുപാട് വീട്ടിലുണ്ടാവും ഈ ഒരു ബൗളിൻ്റെ വലുത്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സ്മോളായിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇതൊക്കെ വെച്ച് നമുക്ക് റിയൽ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇൻഷാ അല്ലാ ഷോർട്സ് ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ കൂടെ നിൽക്കുക ഇൻഷാ അല്ലാ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മിനിയേച്ചർ കുക്കിംഗ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു മരത്തിൻ്റെ പാത്രങ്ങളാണ്. നല്ല രസമുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഓരോ വീഡിയോസായിട്ട് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടെ നിന്ന് കട്ട സപ്പോർട്ട് തരാം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു ചാനലിൻ്റെ വിജയം. അപ്പം നിങ്ങൾ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. വീണ്ടും പറയുക തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.